നമസ്കാരം. ഞാൻ ഹരിപ്പാട് KS പണിക്കർ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ അഥവാ ധ്യാനത്തെക്കുറിച്ചാണ്. ഇത് ശീലമാക്കുന്നതിനുള്ള ഗുണങ്ങളും അതുപോലെ തന്നെ പലരും ചിന്തിക്കാറുണ്ട്, മെഡിറ്റേഷൻ എന്തിനു ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് എന്താണ് പ്രയോജനം, വെറുതെ സമയം കളയുകയല്ലേ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഈ ധ്യാന പദ്ധതിയിൽ കൂടി ഒരു മനുഷ്യന് കിട്ടുന്ന ഗുണം അതുപോലെ തന്നെ ആത്മീയ തലത്തിലുള്ള ഉയർച്ച ഇതെല്ലാം നമുക്ക് ഇന്നത്തെ വിഷയങ്ങളിൽ വളരെ ബ്രീഫായിട്ടാണ് സംസാരിക്കുക. മെഡിറ്റേഷൻ അഥവാ ധ്യാനം ശീലമാക്കുന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെയധികം ഗുണകരമാണ്. ഇതിൻ്റെ പ്രധാന പ്രയോജനങ്ങൾ എന്ന് പറയുന്നത് താഴെ പറയുന്നവയാണ്. മാനസികമായ ഗുണങ്ങൾ എന്ന് പറയുന്നത് സമ്മർദ്ദം കുറയ്ക്കുന്നു, സ്ട്രെസ് റിഡക്ഷൻ, അതായത് നമ്മളെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവ് കുറയ്ക്കാൻ ധ്യാനം സഹായിക്കണം. ഉത്കണ്ഠ നിയന്ത്രിക്കുന്നുണ്ട്. അനാവശ്യമായ പേടിയും ഉത്കണ്ഠയും കുറച്ച് മനസ്സിനെ ശാന്തമാക്കാൻ ധ്യാനം സഹായിക്കുന്നുണ്ട്. ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു. ജോലിയിലോ പഠനത്തിലോ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് മെച്ചപ്പെടുത്തുന്നു. ഓർമ്മശക്തി കൂട്ടുന്നു. മനസ്സിനെ ഒരു കാര്യത്തിൽ ഉറപ്പിച്ചു നിർത്താൻ ശീലിക്കുന്നതിലൂടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു. പിന്നെ ശാരീരികമായ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നല്ല ഉറക്കം ലഭിക്കുന്നുണ്ട്. മനസ്സ് ശാന്തമാകുന്നതിലൂടെ ഉറക്കമില്ലായ്മ, ഇൻസോംനിയ എന്ന് പറയുന്ന രോഗം, ഇതൊരു രോഗം തന്നെയാണ്, അത് പരിഹരിക്കപ്പെടുന്നുണ്ട്. പിന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. മിക്കവാറുമുള്ള ഇപ്പോഴ് ഹൈ BP ഇല്ലാത്തത് വളരെ ചുരുക്കം ആളുകളുള്ളത്. വീട്ടമ്മമാർ തൊട്ട് ഈ ജോലിക്ക് പോകുന്ന ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ഉള്ളൊരു പ്രശ്നമാണിത്. അപ്പം ഇവരെല്ലാം ചെയ്ത് ശീലിക്കേണ്ട ഒരു സംഭവമാണ് ഈ പറയുന്ന മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്നു. പിന്നെ രോഗപ്രതിരോധ ശേഷി, സ്ഥിരമായ ധ്യാനം ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. കാര്യം ഞാൻ 35 വർഷം കൊണ്ട് ധ്യാനം ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻ. നമുക്ക് ആ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ വൈകാരികമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആത്മവിശ്വാസം വർദ്ധിക്കുന്നുണ്ട്. സ്വയം മനസ്സിലാക്കാനും പോസിറ്റീവായി ചിന്തിക്കാനും ധ്യാനം സഹായിക്കുന്നുണ്ട്. ദേഷ്യം കുറയ്ക്കുന്നു. പലരിലും ഇപ്പോൾ കണ്ടുവരുന്ന ഒരു സംഭവമാണ്, അതായത് ഒരു നെഗറ്റീവ് തലമാണ് ദേഷ്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും കുട്ടികളിലും അതുപോലെ തന്നെ പ്രായമായവരിലും പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ ദേഷ്യം എന്ന് പറയുന്നത്. പെട്ടെന്ന് ദേഷ്യപ്പെടുക, അതുപോലെ ആക്രോശിക്കുക, ഇതൊക്കെ ശരീരത്തിനുണ്ടാകുന്ന രോഗത്തിലേക്ക് നയിക്കുന്നതല്ലാതെ ഗുണമുണ്ടാകത്തില്ല. വികാരങ്ങളെ നിയന്ത്രിക്കാനും ക്ഷമ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ദിവസം 10-15 മിനിറ്റ് മാത്രം മാറ്റിവെച്ചുകൊണ്ട് ആർക്കും ധ്യാനം ആരംഭിക്കാവുന്നതാണ്. സ്ഥിരമായി ചെയ്യുന്നത് വഴിയാണ് ഇതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ധ്യാനത്തിൻ്റെ എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് നോക്കാം. പലർക്കും അത് അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. വളരെ ലളിതമായ ഒന്നാണ്. മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. തുടക്കക്കാർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ശരിയായ സമയം കണ്ടെത്തണം. ധ്യാനത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം പുലർച്ചെയാണ്, രാവിലെയാണ്. എന്നാൽ സൗകര്യപ്രദമായ ഏത് സമയത്തും ഇത് നമുക്ക് തിരഞ്ഞെടുത്ത് ചെയ്യാവുന്നതാണ്. തുടക്കത്തിൽ ദിവസവും ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ മാറ്റിവെക്കുന്നത് കൊണ്ട് നമുക്ക് ധ്യാനത്തിൻ്റെ ആ ഒരു തലത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. ശാന്തമായ സ്ഥലമായിരിക്കണം. ശബ്ദകോലാഹലങ്ങളില്ലാത്ത വായുസഞ്ചാരമുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം. നിങ്ങളിപ്പോൾ സപ്പോസ് റൂമിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ റൂമിലുള്ള, നിങ്ങളുടെ മുറിയിലുള്ള ജനലകളും അതുപോലെ തന്നെ കതവൊക്കെ തുറന്നിട്ട് നല്ല വായുസഞ്ചാരത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ പൂർണ്ണമാകത്തുള്ളൂ. നെഗറ്റീവ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ തലം കുറയ്ക്കാൻ വേണ്ടിയാണ് വായുസഞ്ചാരം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഓക്സിജൻ ധാരാളം വേണം. ഇത് നിങ്ങളുടെ മുറിയുടെ ഒരു മൂലയോ അല്ലെങ്കിൽ പ്രകൃതിയോട് ചേർന്നിരിക്കുന്ന ഒരിടമോ ആകാം. അത് നമ്മുടെ ടെറസാകാം. 4 വശവും വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടിൻ്റെ ടെറസ് ഏറ്റവും ഉത്തമമായ സ്ഥലമാണ്. ഏകാന്തത കിട്ടും. അതുപോലെ തന്നെ ഈ റോഡ് സൈഡുള്ള വീടാണെങ്കിൽ കഴിവതും നമ്മൾ റോഡിനെ അഭിമുഖീകരിക്കുന്ന മുറിയിലിരുന്ന് ചെയ്യാൻ പാടില്ല. പൊള്യൂഷൻ നമുക്ക് കൂടുതലുള്ളതുകൊണ്ട് മൂക്കിൽ കൂടി ശ്വാസത്തിൻ്റെ ഗതിയിൽ കൂടി സാവധാനം പൊടിപടലങ്ങൾ ഉള്ളിലേക്ക് കടക്കുന്നത് കൊണ്ട് ശ്വാസത്തിന് തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് തിരഞ്ഞെടുക്കാൻ പാടില്ല. ഇനി ഇരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. നിലത്തൊരു പായയിലോ വിരിപ്പിലോ സുഖപ്രദമായിരിക്കും. ഒരു മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഒരു നമ്മുടെ യോഗാമാറ്റാണ് ഇതിന് ഉത്തമമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നട്ടെല്ല് നിവർത്തി നേരെ ഇരിക്കാൻ ശ്രമിക്കണം. അതുപോലെ
കൈകൾ മടിയിൽ വയ്ക്കാം. മടിയിൽ ഒരു കൈയുടെ, അതായത് ഇടത് കൈയുടെ പുറത്ത് വലത് കൈ മലർത്തി വയ്ക്കാം. നിലത്ത് ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കസേരയിൽ ഇരുന്ന് ചെയ്യാവുന്നതാണ്. പലരും വിചാരിക്കും എനിക്ക് താഴെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ എങ്ങനെ ഇരുന്ന് താഴെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യും. കസേര ഇരുന്ന് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതുപോലെ ധ്യാനം തുടങ്ങേണ്ട ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കണ്ണുകൾ അടയ്ക്കുക, സാവധാനത്തിൽ മെല്ലെ അർത്ഥ ദൃഷ്ടി, അതായത് കണ്ണ് പകുതി അടയ്ക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പൂർണ്ണം അടച്ചാലും കുഴപ്പമില്ല. സാവധാനങ്ങൾ കണ്ണുകൾ അടച്ച് പൂർണ്ണമായും നമ്മുടെ ബോഡിയെ, ശരീരത്തെ റിലാക്സ് ചെയ്ത് വിടണം, അയച്ചു വിടണേ. ഈ മസിലൊക്കെ പിടിച്ച് ശ്വാസം നമ്മൾ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കരുത്. പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമ്മൾ എപ്പോഴാണോ ശരീരത്തെ റിലാക്സ് ചെയ്യുക നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്, ആ സമയത്ത് നമ്മുടെ മനസ്സ് ശരിയല്ലാ തലത്തിലേക്ക് പോകും. മനസ്സാണ് ശ്വാസവും മനസ്സുമാണ് നമ്മളെ ഏകാഗ്രതയിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് ശ്വാസത്തിൻ്റെയും മനസ്സിനെ കൂട്ടുപിടിക്കണമെങ്കിൽ ശ്വാസം, പ്രാണൻ്റെ തലം അത്യാവശ്യമാണ്. പ്രാണനെ കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം പ്രാണൻ്റെ തലത്തെ ശ്വാസം എടുത്ത് മൂക്കിൻ തുമ്പിലേക്ക് ശ്രദ്ധിക്കുന്ന ഒരു തലത്തിലേക്ക് വരണം. അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ഇത് മാത്രം നിരീക്ഷിക്കാൻ പറഞ്ഞു. ബുദ്ധൻ്റെ വിപാസന ധ്യാനമാണിത്. ആദ്യം ഇത് സാധ്യമാവില്ല. ചിന്തകൾ നമ്മളെ കുരുക്കിക്കളയും. ചിന്തകൾ കുരുക്കുമ്പോഴും ചിന്ത വന്നോട്ടെ എന്നുള്ള തലത്തിൽ നമ്മൾ അത് ശ്രദ്ധിച്ചിരിക്കുക. എന്നിട്ട് ചിന്ത വരുന്ന സമയത്ത് ഒരു ശ്വാസം എടുത്തതിന് ശേഷം ആ വന്ന ചിന്തയെ കളയാൻ, അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അതിനെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്താനുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കണം. എന്നിട്ട് സാവധാനത്തിൽ പിന്നെയും തുടങ്ങണം. ധ്യാനിക്കുമ്പോൾ മനസ്സിലേക്ക് പല ചിന്തകളും വരാം, ഇത് സ്വാഭാവികമാണ്. ആ ചിന്തകളെ തടയാൻ ശ്രമിക്കാതെ അവ വന്നു പോകട്ടെ എന്ന് കരുതുക. കാര്യം ചിന്തകളെ ഒരു സാക്ഷിയാക്കി കാണുവാനുള്ള ഒരു പരിശ്രമം ചെയ്യണം. ചിന്തകൾ വരികയും പോവുകയും ചെയ്യും. ചിന്തയിൽ കുരുങ്ങിപ്പോകുമ്പോഴാണ് നമുക്കിതൊന്നും സാധിക്കാതെ വരുന്നത്. അതേസമയം ചിന്തയെ സാക്ഷിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിന്തകൾ വരുന്നതും പോകുന്നതും അതതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ എന്നുള്ള ചിന്ത അതുണ്ടാവണം. ചിന്തകൾ വരുന്നു പോകുന്നു, ചിന്തയിലേക്ക് ശ്രദ്ധിക്കാതിരിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത് ശ്വാസത്തിൽ കൂടിയും മനസ്സിൻ്റെ ഏകാഗ്രതയിലേക്ക് വരുന്തോറും സാവധാനം വരുന്നു. ഓക്കെ, വീണ്ടും ശ്രദ്ധ ശ്വാസത്തിലേക്ക് തന്നെ കൊണ്ട്, അതായത് ചിന്ത വരുന്നു പോകുന്നു, അപ്പോൾ ചിന്തയെ ശ്രദ്ധിക്കാതെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരണം. ഇത് ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകുന്നൊരു സംഭവമാണ് ഈ ശ്വാസത്തിൻ്റെ ഗതി എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റാത്ത, അതായത് ശ്രമമില്ലാത്തത് കൊണ്ട്, നമ്മുടെ അഭ്യാസമില്ലാത്തത് കൊണ്ട് ഇത് പെട്ടെന്ന് നടക്കാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നമ്മൾ ശ്രമകരമായ ഒരു കാര്യമാണെന്ന് പ്രയത്നിക്കുന്നു എന്നുള്ളൊരു തലത്തിലേക്ക് വരരുത്. എന്നിട്ട് സാവധാനത്തിൽ ഈ ചിന്തകളെ സാവധാനത്തിൽ അകറ്റാൻ പറ്റിയത് ശ്വാസം കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ഇപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മുടെ പൊളിറ്റീഷ്യൻസിനാണ്, ജനസേവകർക്കാണിത് അത്യാവശ്യം. എല്ലാവർക്കും വേണം, പക്ഷേ ജനസേവകർക്ക് അത്യാവശ്യം. കാര്യം അവർ 100 കൂട്ടം പ്രശ്നങ്ങളിലാണ്, നൂലാമാലകളിലാണ് ഇരിക്കുന്നത്. അവർക്ക് യോഗ അത്യാവശ്യമാണ്. യോഗയോടൊപ്പം തന്നെ ശാരീരികവും മാനസികവുമായിട്ടുള്ള അവരുടെ ശ്രദ്ധ, അതുപോലെ തന്നെ മനസ്സിൻ്റെ കേന്ദ്രീകരണം, ഇതെല്ലാം അത്യാവശ്യമാണ് സംഭവമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യന് ധ്യാനം അതീവ, അതായത് പ്രത്യേകിച്ചും പൊളിറ്റിക്കൽ ഏരിയയിലുള്ളവർക്ക് ധ്യാനത്തിന് അത്യാവശ്യം നമ്മളത് ചെയ്യേണ്ടതാണ്. ധ്യാനം അതായത് മനസ്സ് കുരുക്കല്ലാത്തൊരു തരത്തിലേക്ക്, നെഗറ്റീവ് അല്ലാത്തൊരു തരത്തിലേക്ക് പല ആളുകളുമായിട്ട് ഇടപെടുന്നതാണ്. അപ്പോൾ പല ആളുകളുമായിട്ട് ഇടപെടുന്ന സമയത്ത് അവരിൽ നിന്ന് കിട്ടുന്ന നെഗറ്റീവ് എനർജി നമ്മൾ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ ധ്യാനം പൂർണ്ണമാണ്, നമ്മുടെ മനസ്സ് ശരിയാവും, ഏകാഗ്രത കിട്ടത്തില്ല. അതുകൊണ്ട് മനസ്സിൻ്റെ ഏകാഗ്രത കിട്ടണമെന്നുണ്ടെങ്കിൽ ധ്യാനത്തിൻ്റെ തലത്തിലേക്ക് കടക്കും തോറും ചിന്തകളെ നമ്മൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തകൾ വരുന്നു പോകുന്നു, അത് സ്വാഭാവികം. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം, അത് സ്വാഭാവികമാണ്. അതിനെ നമ്മൾ നോക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വന്നു പോകട്ടെ എന്ന് കരുതുക, വീണ്ടും ശ്രദ്ധ ശ്വാസത്തിലേക്ക് തന്നെ കൊണ്ടുവരിക. അവസാനിപ്പിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിശ്ചിത സമയം കഴിഞ്ഞാൽ സാവധാനം കൈപ്പത്തികൾ തമ്മിൽ ഉരസി, അതായത് കൈയുടെ പത്തി എന്ന് പറയുന്നത് കൈത്തലത്തിൻ്റെ ഉള്ളം കൈ ഉരസി, എന്തിനാണെന്ന് വെച്ചാൽ അന്ന് ചെറിയ ചൂട് കൊടുത്തതിന് ശേഷം കണ്ണുകൾ വെച്ചതിന് ശേഷം പതുക്കെ കണ്ണ് തുറക്കാൻ. കാര്യം നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ കണ്ണിനുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാറ്റി കിട്ടാൻ ആണ് വേണ്ടത്. ഇത് പിന്നെ ധ്യാനം എന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ട് കൈവരുന്ന ഒന്നല്ല എന്ന് വ്യക്തമായിട്ട് ധാരണ വേണം പഠിക്കുന്നവരും. ആൾ വിചാരിക്കും ഞാൻ ധ്യാനം ചെയ്ത് എനിക്കൊന്നും കിട്ടിയില്ല, ഞാൻ എന്തിനും ധ്യാനം ചെയ്യും. ഒരു ദിവസം ഒന്നും കിട്ടുന്നതല്ല, വർഷങ്ങളെടുത്ത് പഠിച്ചതിന് ശേഷം ഇത് പ്രാക്ടീസ് ആകത്തുള്ളൂ. ഇത് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനമല്ല. മനസ്സ് നമ്മളിൽ ചിട്ടപ്പെടാൻ എത്ര കാലം എടുക്കുമെന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കർമ്മവാസനയും സംസ്കാരവുമാണ് നമ്മളെ നെഗറ്റീവിലേക്കും പോസിറ്റീവിലേക്കും കൊണ്ടുപോകുന്നത്. നല്ല സ്വഭാവത്തിന് അടിമയാവുന്നതും അല്ലെങ്കിൽ ഉടമയാവുന്നതിൻ്റെയും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ സംസ്കാരമാണ്.
നമ്മുടെ കർമ്മവാസനയാണ്. അതിനെ കൃത്യമായിട്ട് നേരെ കൊണ്ടുവരണമെങ്കിൽ മനസ്സ് വേണം. മനസ്സിൽ ഉണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള, അതിൽ പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിമർശനാത്മകമായ ഒരു കാര്യവും മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാതിരിക്കുക, കേട്ടതിന് ശേഷം അത് ചെവിക്കൊണ്ട് കഴിഞ്ഞാൽ ബുദ്ധിയിൽ പ്രവേശിപ്പിക്കാതിരിക്കുക. അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നല്ല കാര്യങ്ങളും ചീത്ത കാര്യം, ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് കേൾക്കേണ്ടി വരും. അതിനെ നമ്മൾ സാവധാനത്തിലൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് കൃത്യമായിട്ട് ഈ തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പം ഇത് ഒരു മെത്തേഡിക്കലായിരിക്കണം. ഒരു സമയത്ത് ഇത് ഒരു സ്ഥലത്ത് ഇരുന്ന് ചെയ്യേണ്ട രീതിയാണ്. അതുകൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പല സ്ഥലം മാറി മാറി ശ്രമിക്കാതിരിക്കുക വീട്ടിൽ. അതുകൊണ്ട് ആ രീതിയെക്കുറിച്ച് നിങ്ങൾ നല്ലതുപോലെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വരെ ചെയ്തു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഉണർവും സന്തോഷവും ഒക്കെ ഉണ്ടാവും. ഇതൊരു ചെറിയ തുടക്കക്കാർക്ക് പറഞ്ഞിരിക്കുന്ന ധ്യാന പദ്ധതിയാണ്. ഈ പദ്ധതിയെ കൃത്യമായിട്ട് നിങ്ങൾ അനുകരിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉറച്ചല്ലാതെ ഒരു കാരണവശാലും താഴ്ച ഉണ്ടാവില്ല എന്ന് വ്യക്തമായൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാകും. ഇത് ഈ ധ്യാനത്തിൻ്റെ വിഷയത്തിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. എല്ലാവരും കാണണം. ഇത് പ്രയോജനം നിങ്ങൾക്കുണ്ടാക്കും എന്നുള്ളത് 100%. നമസ്കാരം.